ഈവനിങ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ എന്നുള്ളതാണ്. ഓക്കെ, റീഡിങ്ങിലേക്ക് പോകാം. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് ഭയങ്കര മെച്യൂർഡ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ ആയിരിക്കാം. എല്ലാ കാര്യത്തിനും ഒരു സീരിയസ്നെസ് ആയിട്ട്, അല്ലെങ്കിൽ നിങ്ങളെക്കാളും നിങ്ങൾ കുറച്ച് ചൈൽഡിഷ് ആയിട്ടുള്ളൊരു നേച്ചർ ആണെങ്കിൽ കൂടിയും എല്ലാ കാര്യങ്ങളും ഭയങ്കര നല്ല രീതിയിൽ, അതായത് ഒരു ഒരു മെച്യൂർഡ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ കഴിവുള്ള അത്തരം ഒരു പേഴ്സൺ ആയിരിക്കും ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് കുറച്ച് പേരുടെയെങ്കിലും റിലേഷൻഷിപ്പിൽ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ ഈ ഒരു പേഴ്സണെ കുറേയധികം വെറുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ പിറകെ വന്ന, അല്ലെങ്കിൽ നിങ്ങളെ ഇഷ്ടമാണെന്ന് പറയുന്ന ആ ഒരു ടൈമിലൊക്കെ നിങ്ങൾക്ക് ഭയങ്കര ഒരു അവഗണന തോന്നിയിട്ടുണ്ടാവാം ആദ്യമൊക്കെ തന്നെ. പക്ഷെ പതിയെ 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 നിങ്ങൾ ഭയങ്കരമായിട്ട് ഈ ഒരു പേഴ്സണൽ അഡിക്റ്റ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ശരിക്കും ഈ ഒരു കാർഡിന്റെ എനർജി പറഞ്ഞു തരുന്നതും അത് ആ ഒരു കാര്യം തന്നെയാണ്. സെയിം ആ ഒരു എനർജി തന്നെയാണ് പറയുന്നത്. കാരണം നിങ്ങൾ തുടക്കത്തിലൊക്കെ തന്നെ കുറച്ചൊക്കെ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ട് ഈ ഒരു പേഴ്സണിൽ. ഇത് ജെനുവിൻ ആയിട്ടാണോ അതോ ഭയങ്കര എന്താണ്, ജസ്റ്റ് ടൈം പാസിന് വേണ്ടിയിട്ട് മിണ്ടാൻ വരുന്നതാണോ എന്നുള്ള രീതിയിലൊക്കെ തന്നെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലോകം തന്നെ ഈ ഒരു പേഴ്സൺ ആയിട്ട് മാറിയിട്ടുണ്ട്. അവരും ഒരുപാട് അധികമായിട്ട് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. ഒരുപക്ഷെ മറ്റാരേക്കാൾ ഉപരിയായിട്ടും നിങ്ങൾക്ക് ഒരു സ്നേഹം അവർക്ക് കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ആരെങ്കിലും അവർ ഒരുപാട് കംഫോർട്ടബിൾ ആയിരിക്കാം. അവർക്ക് എന്ത് സന്തോഷം ഉണ്ടെങ്കിലും സങ്കടം ഉണ്ടെങ്കിലും ഒക്കെ തന്നെ ആദ്യം പറയുന്നത് നിങ്ങളോടാണ്. സോ അത്രത്തോളം നിങ്ങൾക്ക് അവരുടെ മനസ്സിലൊരു സ്ഥാനമുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. കുറച്ച് പേർക്കെങ്കിലും ഇവിടെ ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആയിട്ട്, അതായത് ഈ ഒരു പേഴ്സൺ ഒരു മാരിഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് കുറച്ച് പേർക്കെങ്കിലും അങ്ങനെ ആവാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. ആ ഒരു പേഴ്സന്റെ ഒരു മാരിഡ് ലൈഫ് കുറച്ചുകൂടി ഭയങ്കര വേദനകളും ഒക്കെ നിറഞ്ഞിട്ടുള്ള ഒരു ലൈഫ് ആയിരുന്നിരിക്കാം. അപ്പോൾ അവർക്ക് മറ്റുള്ളവരിൽ നിന്നൊന്നും തന്നെ ഇവർ എക്സ്പെക്ട് ചെയ്ത രീതിയിലൊരു ഒരു സന്തോഷം കിട്ടിയിട്ടുണ്ടാവില്ല. പക്ഷെ അവർ ആഗ്രഹിച്ചതിലുപരിയായിട്ട് ഒരു സന്തോഷം, കെയറിങ്ങും ഒരു സപ്പോർട്ടും ഒക്കെ തന്നെ നിങ്ങൾ അവർക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു രീതിയിലും നിങ്ങളെ വിട്ടു പോകാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളൊരു എനർജിയാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സണ് നിങ്ങളിൽ ഭയങ്കരമായിട്ട് അഡിക്ഷൻ ഉണ്ട്. നിങ്ങൾക്കും സെയിം അത് തന്നെയാണ്. പക്ഷേ എന്നാൽ ഈ ഒരു പേഴ്സണ് കുറെ കൂടി നിങ്ങളെക്കാട്ടി കൂടുതൽ നിങ്ങളെ ഒരുപാട് ഓർത്തിരിക്കുന്ന എനർജി, അല്ലെങ്കിൽ നിങ്ങളെ എപ്പോഴും ഓർക്കുന്നു. നിങ്ങളോട് എപ്പോഴും സമയം കണ്ടെത്തി സംസാരിക്കാനായിട്ടും ഒരുപാട് ഒരു കമ്മ്യൂണിക്കേഷൻ നടത്താനൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള പോലെയുള്ള ഒരു എനർജി ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു പക്ഷേ ഈ ഒരു പേഴ്സൺ നിങ്ങൾ ജസ്റ്റ് ഒരു ഹായ് അയക്കുന്നത് പോലും ഈ ഒരു പേഴ്സണ് ഭയങ്കര ഹാപ്പിനെസ് ആണ് അങ്ങനെയാണ്. അവർക്കൊരു ഭയങ്കര ഹാപ്പിനെസ് ആണ് അതൊക്കെ തന്നെ. നിങ്ങളായിട്ട് തന്നെ ഇനിഷ്യേറ്റ് ചെയ്ത് ആദ്യം മിണ്ടി തുടങ്ങുമ്പോൾ തന്നെ അവർക്ക് ഭയങ്കര ഒരു ഇഷ്ടമാണ്, ഭയങ്കര സന്തോഷമാണ് അവരുടെ ലൈഫിൽ. കാരണം ഇതിനോടകം ഈ ഒരു പേഴ്സൺ ഇതിനോടകം തന്നെ ഒരുപാട് ലൈഫ് ലെസൺസ് അവരുടെ ലൈഫിൽ ഒരുപാട് ഹാർഡായിട്ടുള്ള മൊമെന്റ്സിലൂടെയൊക്കെ തന്നെ കടന്നു പോയിട്ടുണ്ടാവാം. അപ്പോൾ ആ ഒരു സമയത്ത് അതിൽ നിന്നും ഭയങ്കര ഒരു സാന്ത്വനമായിട്ടുള്ള ഒരു വാക്കുകളൊക്കെ തന്നെ ഇങ്ങനെ കേൾക്കുന്ന സമയത്ത് അവർക്ക് ഭയങ്കര ഹാപ്പിനെസ് ആണ്. ലൈഫ് തന്നെ മടുത്തിട്ടുള്ളൊരു അവസ്ഥയിലായിരിക്കാം നിങ്ങളെ അവർ പരിചയപ്പെടുന്നതും ഒക്കെ തന്നെ. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു മുന്നോട്ടുള്ള ലൈഫിൽ പോലും ഒരു എക്സ്പെക്റ്റേഷൻ ഉള്ളത് പോലും നിങ്ങൾ കൂടെ ഉള്ളത് കൊണ്ടാണ് എന്നുള്ളൊരു എനർജി കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഭയങ്കര വാല്യുബിൾ ആണ്. നിങ്ങളെ ഭയങ്കരമായിട്ട് വാല്യൂ ചെയ്യുന്നുണ്ട് അവർ. അപ്പോൾ അത്തരം ഒരു എനർജിയാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ പല പല കാര്യങ്ങളും മാറ്റി വെച്ചുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് വരാനായിട്ട് ഈ ഒരു പേഴ്സൺ ഒരുപാട് ഇഷ്ടമാണ്. അല്ലെങ്കിൽ ഒരുപാട് റെസ്പോൺസിബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ ലൈഫിൽ പല അർജന്റ് ആയിട്ടുള്ള കാര്യങ്ങളും പലപ്പോഴും നിങ്ങൾക്ക് വേണ്ടി അവർ മാറ്റി വെക്കുന്ന കൂടിയുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ടൈം സ്പെൻഡ് ചെയ്യാനും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെന്റ് തരാനും ഒക്കെ തന്നെ അതുപോലെ മാറ്റി വെച്ച് അവർ നിങ്ങളോട് ചേർന്നിരിക്കാനും ഒക്കെ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ ആണ്. അത്തരം കാര്യങ്ങൾ അത് അവരുടെ ലൈഫിൽ അവർ സമയം കണ്ടെത്തി നിങ്ങളോട് സംസാരിക്കാനായിട്ട് കൂടുതൽ ടൈം എടുക്കാനായിട്ട് അവർ കൂടുതലും ഇനിഷ്യേറ്റ് ചെയ്യുന്നതായിട്ടുള്ള ഒരു എനർജിയും ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ വീണ്ടും കിട്ടിയിട്ടുള്ള കാർഡ്സ് ഒക്കെ തന്നെ വളരെ കണക്റ്റഡ് ആയിട്ടുള്ള കാർഡ്സ് ആണ് കിട്ടുന്നത്. ഇപ്പോഴും നിങ്ങളെ ഒരു കിങ് ആയിട്ടോ ക്യൂൻ ആയിട്ടോ ഒക്കെ തന്നെയാണ് അവർ കാണുന്നത്. അതുപോലെ തന്നെ ഒരു സെപ്പറേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ ഒക്കെ വരുന്ന ഒരു സമയത്ത്, ആ ഒരു സമയത്ത് പോലും ഇവരുടെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത് നിങ്ങളുമായിട്ടുള്ള റിയൂണിയൻ പോസിബിൾ ആവണം എന്ന് തന്നെയാണ്. അവരെപ്പോഴും ആ ഒരു സമയത്ത് പ്രാർത്ഥനയിൽ കൂടുതലും ഒരു പ്രയോറിറ്റി കൊടുക്കുന്നത് ഈ റിയൂണിയൻ പോസിബിൾ ആവാൻ വേണ്ടിയിട്ടാണ്. കാരണം ഒരു വേനൽക്കാലത്ത് കിട്ടിയ മഴ പോലെയുള്ള ഒരു കുളിർമയാണ് ഈ ഒരു റിലേഷൻഷിപ്പ് അവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് പക്ഷെ നിങ്ങൾ കുറേ നാൾ, അതായത് നിങ്ങൾ കണ്ടുമുട്ടാൻ പോലും വൈകിയെന്ന് പോലും നിങ്ങൾക്ക് തോന്നുന്ന ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്കാണെങ്കിലും അങ്ങനെ ഫീൽ ചെയ്തു. എന്തുകൊണ്ട് നേരത്തെ കണ്ടുമുട്ടിയില്ല എന്ന് പോലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. ഈ ഒരു പേഴ്സണും സെയിം അങ്ങനെ തോന്നിയിട്ടുണ്ടാവും. നിങ്ങൾ പരസ്പരം സംസാരിക്കുന്ന സമയത്ത് പോലും പറഞ്ഞിട്ടുണ്ടാവും, മുൻപ് നേരത്തെ കണ്ടിരുന്നെങ്കിൽ എന്ന് പോലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവാം ഈ ഒരു റിലേഷൻഷിപ്പ്. അത്രത്തോളം ഭയങ്കരമായിട്ട് നിങ്ങൾ പരസ്പരം ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ പരസ്പരം മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരു ഒരു തേർഡ് പേഴ്സൺ ആയിക്കോട്ടെ ഇടയ്ക്ക് വന്നിട്ട് ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും പറയുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെയാണ് എങ്ങനെയാണ് നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞ് ഈ ഒരു പേഴ്സൻ്റെ മനസ്സിനെ ഡൈവേർട്ട് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും പറയുകയാണെങ്കിൽ തന്നെയും
അവരതിലൊന്നും തന്നെ വിശ്വസിക്കില്ല. അവരായിട്ട് തന്നെ അങ്ങനെ മറ്റ് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് അവരായിട്ട് തന്നെ മനസ്സ് വെച്ച് പോകുന്നില്ല എന്നുള്ളതാണ്. അവർ ഒരു രീതിയിലും പക്ഷേ ഒരു ഫിനാൻഷ്യലി അല്ലെങ്കിൽ ഒരു അല്ലാണ്ടുള്ള തടസ്സങ്ങൾ മേ ബി ഒരു ഏജ് വൈസ് ഉള്ള ഒരു ഡിഫറൻസോ അല്ലെങ്കിൽ കുറേയധികം ഡിഫറൻസുകൾ നിങ്ങൾ തമ്മിൽ ഉണ്ടായിരിക്കാം. അതൊക്കെ തന്നെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ പോലെ കിടക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും അല്ലാണ്ടൊരു മറ്റു വ്യക്തികൾക്കൊന്നും തന്നെ ഈ ഒരു പേഴ്സണെ നിങ്ങളിൽ നിന്നും മാറ്റി അങ്ങനെ സ്വാധീനിച്ച് മനസ്സ് സ്വാധീനിച്ച് അങ്ങനെ ഒരു മാനിപ്പുലേറ്റ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല. ഈ ഒരു പേഴ്സൺ തന്നെ വിചാരിക്കണം. പക്ഷെ അങ്ങനെ ഒന്നും തന്നെ ഈ ഒരു പേഴ്സൺ കാരണം അത്രത്തോളം നിങ്ങളെ അവർ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഒരു ആർക്കും തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഇങ്ങനെ സെപ്പറേറ്റ് ആക്കാൻ സാധിക്കില്ല. പിന്നെ ഈ അല്ലാണ്ടുള്ള ഫിനാൻഷ്യൽ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ഒന്ന് ഒരു ഓൺ ആൻഡ് ഓഫ് പോലെയൊക്കെ റിലേഷൻഷിപ്പ് ആകുന്നുണ്ട്. അങ്ങനെ ഒരു നോ കോൺടാക്ട് പോലുള്ള സിറ്റുവേഷൻ ഇടയ്ക്ക് വരുന്നുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾ രണ്ടുപേരും തന്നെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നതല്ല അങ്ങനെ റിലേഷൻഷിപ്പ് ഒരു ഓൺ ആൻഡ് ഓഫ് പോലെ ആവണം എന്ന് തന്നെ ഒരു ഈഗോയും കാര്യങ്ങളും വെച്ച് തന്നെ നിങ്ങൾ അങ്ങനെ രണ്ടായിട്ട് മാറുന്നതല്ല. പക്ഷെ സാഹചര്യങ്ങൾ കൊണ്ട് പലപ്പോഴും അങ്ങനെ ഒരു അവസ്ഥ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ആ ഒരു അവസ്ഥയിൽ പോലും നിങ്ങൾ രണ്ടുപേരും ഒരു പ്രാർത്ഥനയിൽ കൂടുതൽ ഉൾപ്പെടുത്തുന്നത് ഈ റിലേഷൻഷിപ്പിന് ഒരു റിയൂണിയൻ ഉണ്ടാവാൻ വേണ്ടിയിട്ട് തന്നെയാണ്. നിങ്ങൾക്കാണെങ്കിലും അവർക്കാണെങ്കിലും ഈ റിലേഷൻഷിപ്പ് ഭയങ്കരമായിട്ടും ഹാപ്പിനെസ് കൊണ്ടുതരുന്നുണ്ട്. അത് കുറച്ച് പേർക്കെങ്കിലും ഒരു എക്സ്ട്രാ മെരിറ്റൽ അഫെയർ ആയിരിക്കാം, കുറച്ച് പേരെങ്കിലും ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആയിരിക്കും. പക്ഷെ ഇപ്പോൾ എന്തെങ്കിലും കാരണം കൊണ്ട് ഇതുപോലെ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ഫാമിലി പ്രോബ്ലംസ് ഒക്കെ കൊണ്ട് തന്നെ ഒരു സെപ്പറേഷൻ ആയിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് പരസ്പരം ഭയങ്കരമായിട്ടുള്ള ഒരു കണക്ഷനാണ് ഈ റിലേഷൻഷിപ്പിൽ കാണുന്നത്. ഓക്കെ ഓക്കെ ഇനി നിങ്ങളുടെ പേഴ്സൺ എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയാനുള്ളത് എന്ന രീതിയിൽ കിട്ടുന്ന മെസ്സേജസ് എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം. ഓക്കെ ഇവിടെ ആദ്യം തന്നെ കിട്ടിയിട്ടുള്ള ഒരു മെസ്സേജ് യു നോ ഓൾ മൈ സീക്രറ്റ്സ് ആൻഡ് കീപ് ദം എന്നുള്ളൊരു മെസ്സേജാണ്. ഓക്കെ അവരുടെ എല്ലാ സീക്രറ്റ്സും നിങ്ങൾക്കറിയാം, ഇതൊക്കെ നിങ്ങൾ സൂക്ഷിക്കുന്നുണ്ട്. കാരണം അവരുടെ തുടക്കത്തിൽ അല്ലെങ്കിൽ റീഡിങ്ങിൽ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ് അവർക്ക് എല്ലാ കാര്യങ്ങളും സങ്കടമായിക്കോട്ടെ സന്തോഷമായിക്കോട്ടെ എല്ലാ കാര്യങ്ങളും പറയുന്നത് ഒരു ഷെയർ ചെയ്യുന്നത് മനസ്സിൽ എന്തെങ്കിലും ഒരു ഭാരം പോലെ തോന്നുമ്പോൾ അതൊന്ന് ഷെയർ ചെയ്യുന്നതൊക്കെ തന്നെ നിങ്ങളോടാണ്. അപ്പോൾ ആ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. കൂടുതലും ഈ റിലേഷൻഷിപ്പ് ഒട്ടും തന്നെ ഒരു ഫിസിക്കൽ കണക്ഷൻ അല്ലെങ്കിൽ കാര്യമായിട്ടൊന്നും ഇല്ലായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു അട്രാക്ഷനേക്കാൾ ഉപരി നിങ്ങൾക്കായിക്കോട്ടെ നിങ്ങളുടെ പേഴ്സൺ ആയിക്കോട്ടെ ഭയങ്കര ഇമോഷണലി നിങ്ങൾ ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആണ്. ആ ഒരു കാര്യം തന്നെയാണ് റിലേഷൻഷിപ്പിനെ കൂടുതലും ശക്തമാക്കുന്നത് തന്നെ. നിങ്ങൾ എന്തിനൊന്നും അറിയില്ലാതെ ഒന്നും എക്സ്പെക്റ്റ് ചെയ്യാണ്ട് തന്നെ നിങ്ങൾ രണ്ടുപേരും പരസ്പരം റിലേഷൻഷിപ്പിൽ നിൽക്കുന്നുണ്ട്. വിത്തൗട്ട് എക്സ്പെക്റ്റേഷൻ ആണ്. അതുകൊണ്ട് തന്നെ റിലേഷൻഷിപ്പ് ഭയങ്കര ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് പലപ്പോഴും മുന്നോട്ട് പോകുന്നത്. പിന്നെ ഈ ഇടയ്ക്ക് വരുന്ന ഈ ഫിനാൻഷ്യൽ ഇഷ്യൂസും അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരുമാതിരിയുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഒക്കെ തന്നെ നിങ്ങളെ ഒരു ഓൺ ആൻഡ് ഓഫ് പോലെയൊക്കെ ആക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും മനസ്സുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും അങ്ങനെ അകലാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഓക്കെ നെക്സ്റ്റ് ആയിട്ടുള്ള രണ്ട് മെസ്സേജസ് ആണ് ഈ കാണുന്നത്. ഓക്കെ നിങ്ങളുടെ ഒരു സ്മൈല് പോലും അവർ ഒരുപാട് ഹാപ്പി ആക്കുന്നുണ്ട്. ഐ മീൻ അവരുടെ മീൻസ് അവർ നിങ്ങളുടെ ഒരു വെൽ വിഷർ ആയിരിക്കാം. നിങ്ങൾ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം. എന്ത് വന്നിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല. നിങ്ങളോട് ചില സമയത്ത് പിണങ്ങുന്നുണ്ടായിരിക്കും. എന്തെങ്കിലും രീതിയിൽ പിണക്കം വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇറ്റ്സ് ഓക്കെ, നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കണം എന്ന് കരുതുന്ന ഒരു വ്യക്തിയായിട്ട് കാണുന്നുണ്ട് ഈ ഒരു പേഴ്സണെ. അതുപോലെ തന്നെ വെൻ വി ആർ ടുഗദർ ടൈം ജസ്റ്റ് കം ടു എ ഹാൾട്ട് എന്നുള്ളൊരു മെസ്സേജാണ്. ഓക്കെ എപ്പോഴും നിങ്ങൾ തമ്മിൽ ഒന്നിച്ചിരിക്കാനുള്ള അല്ലെങ്കിൽ ഒന്നിച്ച് മുന്നോട്ട് പോകാനുള്ള ഓരോ മൊമെൻറ്റും അവരിങ്ങനെ എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഓരോ മൊമെൻറ്റിന് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. അതുപോലെ തന്നെ ഓരോ മൊമെൻറ്റും ചിലപ്പോൾ ഒരുപാട് കോൾ ചെയ്യാനും ഒന്നും തന്നെ വലിയ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ വലിയ താല്പര്യം ഇല്ലാത്തൊരു പേഴ്സൺ ആയിരിക്കാം നിങ്ങൾ, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി ആയിരിക്കും അങ്ങനെ. പക്ഷേ അവരിപ്പോൾ സോഷ്യൽ മീഡിയയോട് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ഫോൺ കോൾ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നതായിക്കോട്ടെ ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു സോഷ്യൽ മീഡിയ പോലും കുറേയധികം ഇഷ്ടമായിട്ടും അങ്ങനെ പോലും മാറിയിട്ടുണ്ടാവും. സോ ആ ഒരു കാര്യമൊക്കെയാണ് ഒരു പേഴ്സൺ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഓക്കെ ഇവിടെ ലാസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ള ഒരു മെസ്സേജ് യു ആർ സോ മാഗ്നറ്റിക് ഐ ജസ്റ്റ് കീപ് കമ്മിങ് ബാക്ക് ടു യു എന്നുള്ളൊരു മെസ്സേജാണ്. ഓക്കെ ഈ ഒരു മെസ്സേജിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിങ്ങളിൽ നിന്ന് എത്രയധികം അകലെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇടയ്ക്കൊരു നോ കോൺടാക്ട് സിറ്റുവേഷനൊക്കെ അറിയാതെ വരുന്നുണ്ട്. പക്ഷെ എന്നാൽ പോലും തിരികെ നിങ്ങളിലേക്ക് വരാനായിട്ട് അവർ ഭയങ്കരമായിട്ട് അട്രാക്റ്റഡ് ആണ്. കാരണം ഒരു കാന്തിക ശക്തി ഉണ്ട് നിങ്ങൾക്ക് എന്നാണ് അവർ പറയുന്നത്. ഒരു മാഗ്നറ്റിക് എഫക്റ്റ്. കാരണം അത്രത്തോളം അവർ നിങ്ങളിൽ കണക്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ എന്ത് സാഹചര്യവും ഓവർകം ചെയ്തുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും റിലേഷൻഷിപ്പിന് സ്ട്രെങ്ത് കൊടുക്കാനായിട്ട് അവർക്ക് തന്നെ സാധിക്കും. കാരണം അത്രത്തോളം നിങ്ങളിൽ നിന്ന് മാറിപ്പോകാനായിട്ട് അവർക്ക് പറ്റുന്നില്ല എന്നൊരു കാര്യം അവർ പറയുന്നുണ്ട്.